ദേശീയപാത നിർമ്മാണത്തിനിടെ അപകടങ്ങളും പതിവാകുന്നു. മുന്നറിയിപ്പ് ബോർഡുകളുടെ അഭാവവും കരാറുകാരുടെ അനാസ്ഥയുമാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. മലപ്പുറം ജില്ലയിൽ 6 വരി ദേശീയപാതയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നതിനിടയിലും അപകടങ്ങളും നിത്യസംഭവമാകുന്നത് യാത്രക്കാരിൽ ഭയാശങ്ക സൃഷ്ടിക്കുന്നു. ശനിയാഴ്ച രാത്രിയിൽ 2 യുവാക്കളുടെ ദാരുണാന്ത്യത്തിന് വഴിവെച്ചത് അപകട മുന്നറിയിപ്പ് ബോർഡുകളുടെ അഭാവമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അണ്ടത്തോട് പാപ്പള്ളിയിൽ മെറ്റൽ കൂനയിൽ കയറി സ്കൂട്ടർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ യാത്രികർ മരിച്ചത്. മാസങ്ങൾക്ക് മുമ്പ് വെളിയങ്കോട് സ്വദേശി യൂസുഫും പള്ളിപ്പടിയിൽ ബൈക്ക് യാത്രികർ ദേശീയപാതയ്ക്കായി കുഴിച്ച റോഡിൽ വീണും മരണപ്പെട്ടിരുന്നു. ഓരോ ദിവസം കഴിയും തോറും റോഡിലുണ്ടാകുന്ന മാറ്റം സ്ഥിരം സഞ്ചരിക്കുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇതിനൊപ്പം മുന്നറിയിപ്പ് ബോർഡുകൾ കൂടി ഇല്ലാതാകുന്നതോടെ അപകട സാധ്യത വർദ്ധിക്കുകയാണ്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയ അതോറിറ്റി വ്യക്തമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും കരാർ കമ്പനികൾ ഇത് അവഗണിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ദേശീയപാത നിർമ്മാണത്തിലെ അപാകത മൂലം കഴിഞ്ഞ 1 വർഷത്തിനിടെ 6 ജീവൻ പൊലിഞ്ഞിരുന്നു. സർവീസ് റോഡ് അവസാനിക്കുന്നിടത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. നിർമ്മാണ സാമഗ്രികൾ അലക്ഷ്യമായി സൂക്ഷിക്കുന്നതും ഇവിടെ പതിവാണ്. രാത്രികളിൽ തെരുവിളക്കില്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. പുതുപൊന്നാനി പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കുന്നതിനായി പുഴയുടെ ഒരു ഭാഗം മണ്ണിട്ട് നികത്തിയിരുന്നു. വലിയ കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെയാണ് പുഴയിലിട്ടത്. ഇങ്ങനെയിട്ട കല്ലിൽ തട്ടി വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ മുമ്പ് യുവാവ് മരിച്ചിരുന്നു. ദേശീയപാത കരാർ കമ്പനികളുടെ ലോറികൾ ചരൽ മണ്ണ് കൊണ്ടുപോകുന്നത് മുകൾ ഭാഗം മൂടാതെയാണെന്നും ആക്ഷേപമുണ്ട്. പേജ് ടിവി ന്യൂസ് പൊന്നാനി. വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ, എത്നിക് കളക്ഷനുകൾ, മോഡസ്റ്റ് വെയറുകൾ, കിഡ്സ് കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ. സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക്. ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ. സൻഹ ഫാഷൻ തിരൂർ.